വാർത്തകൾ തുടർന്നു നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ് 25 lakh we have crystal clear proof that they're fake, that they either don't exist or they're duplicate or they're designed in a way for anybody to vote. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത് വ്യാപക ക്രമക്കേടെന്ന് രാഹുൽ ഗാന്ധി. സംസ്ഥാനത്ത് 25 ലക്ഷം കള്ളവോട്ടുകൾ. ബ്രസീലിയൻ മോഡലിന് 10 ബൂത്തുകളിലായി 22 വോട്ട്. നടന്നത് BJPയെ സഹായിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ തട്ടിപ്പെന്നും തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി. ബീഹാറിലും വോട്ടുകൊള്ള ആവർത്തിക്കുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പരാജയ ഭീതിയെന്ന് BJP. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ നിയമപരമായി നേരിടാൻ കേരളം. തീരുമാന സർവകക്ഷി യോഗത്തിൽ സർക്കാർ നിയമപരമായി ചോദ്യം ചെയ്യും. കോടതിയിൽ പോയാൽ കക്ഷി ചേരുമെന്ന് UDF, എതിർപ്പുമായി BJP. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ വാതിൽപ്പടിയുടെ ശാസ്ത്രീയ പരിശോധന നടത്താൻ SITക്ക് അനുമതി. വാതിൽപ്പടി സ്വർണം പൂശിയതിൽ വ്യക്തമായ ക്രമക്കേടെന്ന് കോടതി. ദേവസ്വം ബോർഡിനും വിമർശനം. ദേവസ്വം ബോർഡ് മിനിറ്റ്സ് ബുക്ക് ക്രമരഹിതമെന്നും ബോർഡിന്റെ വീഴ്ച വ്യക്തമെന്നും കോടതി. അന്വേഷണത്തിന് 3 ആഴ്ച കൂടി അനുവദിച്ചു. പരിശോധനയ്ക്കായി SIT ഉദ്യോഗസ്ഥർ സന്നിധാനത്ത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. വിധിയെടുത്ത 18 ജില്ലകളിലെ 121 സീറ്റുകളിലേക്ക് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് തേജസ്വി യാദവ് അടക്കമുള്ള പ്രമുഖർ. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സൊഹ്റാൻ മന്ദാനിക്ക് ചരിത്ര വിജയം. ട്രംപ് പിന്തുണച്ച ആൻഡ്രൂ കുമോയോ പരാജയപ്പെടുത്തി. മന്ദാനി ന്യൂയോർക്ക് മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ. വിർജീനിയയിലും ന്യൂജേഴ്സിയിലും ഡെമോക്രാറ്റുകൾക്ക് ജയം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരം TVKയും DMKയും തമ്മിലെന്ന് ആവർത്തിച്ച് വിജയ്. 100% TVKയ്ക്കൊപ്പം. ഇപ്പോഴത്തെ തടസ്സങ്ങളെല്ലാം താൽക്കാലികമെന്നും വിജയ്. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിന് ശേഷം ആദ്യമായി പൊതുവേദിയിലെത്തി വിജയ്. വാർത്തകൾ വിശദമായി. എക്സിറ്റ് പോളുകളെല്ലാം കോൺഗ്രസ് വിജയം പ്രവചിച്ച ഹരിയാനയിൽ BJP വിജയിച്ചത്